എനിക്ക് വാചകം മാത്രമല്ല പാചകം കുറച്ചൊക്കെ അറിയാമെന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലാവും. സൺഡേ എനിക്ക് ഹാഫ് ഡേ ആണ്. ഈ സൺഡേ ആണെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. സോ ലഞ്ച് ഇന്ന് എൻ്റെ വക തന്നെയാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. റൈസ് പ്ലസ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു എഗ്ഗ് ഓംലെറ്റ് അല്ല, എഗ്ഗ് കൊണ്ട് ഒരു സംഭവം ഞാൻ ഉണ്ടാക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അരി കഴുകി നേരെ കുക്കറിൽ വെച്ചു. 2 വിസിൽ വരുമ്പോഴത്തേനും അത് ചോറ് റെഡിയാവും. അത് വെച്ച് പിന്നെ നേരെ ഞാൻ എഗ്ഗ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസിലായി. പിന്നെ ആസ് യൂഷ്വൽ എന്ത് പരിപാടി ചെയ്യുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വേണം ചെയ്യാൻ. ഈ സൈലൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇഷ്ടമല്ലാതെ ആയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ഞാനിങ്ങനെ ഒരാളായിരുന്നില്ല ആക്ച്വലി. മുന്നേ ഡൽഹിയിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഇങ്ങനെ മാറിയത്. അവിടെ എനിക്ക് സംസാരിക്കാനോ കൂടിയോ ഒന്നും ആരില്ലാതെ വളരെ ഒറ്റയ്ക്ക് ഭയങ്കര ഐസൊലേറ്റഡായി ജീവിച്ചതിന് ശേഷം എനിക്ക് ഈ സൈലൻസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്കൊരു ബാഡ് വൈബ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും കണ്ടുകൊണ്ട് ചെയ്ത് അങ്ങനെ ശീലിച്ചു പോയി. എന്തെങ്കിലും മൂവി വെച്ചിട്ടോ ഇൻ്റർവ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഞാൻ വെച്ചിട്ട് ഞാൻ എന്ത് വർക്കും ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാബിറ്റ് എനിക്ക് അങ്ങോട്ട് ശീലമായിപ്പോയി. ഇപ്പോൾ ഞാൻ ആദ്യം മുതലേ എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ട് വെച്ചുകൊണ്ട്, ഇപ്പോൾ അടിച്ചു വാരുന്ന തുടയ്ക്കുന്നതാണെങ്കിലും എന്ത് ജോലി ചെയ്യുമ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പാട്ട് എന്നുള്ളത് മാറി ഞാൻ കുറേ കൂടെ ആളുകളെ കാണുന്ന രീതിയിൽ, ഇപ്പോൾ മൂവീസോ അങ്ങനെ ഒരു രീതിക്ക് കുറച്ചുകൂടി മാറി. എനിക്ക് എപ്പോഴും ആളുകളെ കാണണം, ഒരു ബഹളം കേൾക്കണം എന്ന രീതിക്കായിപ്പോയി. എനിവേയ്സ്, എൻ്റെ എഗ്ഗ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഞാൻ പുതിയൊരു രീതിക്ക് എഗ്ഗ് ഒന്ന് പൊട്ടിക്കാൻ നോക്കിയതാണ്, പക്ഷെ ചീറ്റിപ്പോയി. പ്രശ്നമില്ല, ലുക്കിലല്ലല്ലോ അതിൻ്റെ ടേസ്റ്റിലല്ലേ കാര്യം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പിന്നീട് ഒരിക്കൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരാം. എനിക്ക് ഈ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ ബുൾസൈൻ്റെ ഒക്കെ ഒരു ഫാൻ ഗേളാണ്. അപ്പോൾ എൻ്റെ റൈസും എഗ്ഗും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് നേരെ പാത്രത്തേക്ക് മാറ്റി നല്ല അടിപൊളിയാക്കി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി. അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ആക്ച്വലി കാണുമ്പോൾ. ഒന്ന് ചൂട് മാറിയപ്പോൾ ഞാനതിനടുത്തൊരു വായ കഴിച്ചു. കാണുന്ന പോലെ തന്നെ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഭയങ്കര എരിവായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്, വേറെ വഴിയില്ല. ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ അത്രേ ഉള്ളൂ.